ശ്രീ ആർ വി ബാബു, ഇവിടെ അത്തരമൊരു രാഷ്ട്രീയ വശം മാത്രമാണോ ഉള്ളത്? കാരണം മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ സാഹചര്യം പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ തങ്ങളുടെ സമുദായത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ഏതു രീതിയിലാണ് അവഗണിച്ചത് UDF സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ അത് പിന്നീട് വലിയ മാനങ്ങൾ കൈവരിക്കുകയും അതൊരു രാഷ്ട്രീയമായി ചിത്രീകരിക്കുകയും CPM-നെ സഹായിക്കുന്നതിന് വേണ്ടി CPM-ന്റെ നാവായി വെള്ളാപ്പള്ളി മാറുകയും ചെയ്യുകയാണ് എന്നുള്ള രാഷ്ട്രീയ ചർച്ചയിലേക്കാണ് ഈ അവസാന മണിക്കൂറുകളിൽ എത്തി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലേ, അതോ വെറും CPM-ന്റെ ജിഹ്വയാകുകയായിരുന്നോ വെള്ളാപ്പള്ളി? നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10-25 വർഷത്തെ കാലമായി എന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷമൊക്കെ നടത്തുകയുണ്ടായി. പിണറായി വിജയൻ തന്നെ അതിൽ പങ്കെടുത്ത് അദ്ദേഹത്തെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 80 വയസ്സിന് മേലെ പ്രായമുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രായത്തിലും ഒരു സംഘടനയുടെ ചുമതലയിൽ ഇരിക്കുന്നതിൻ്റെ ആ കാലഘട്ടത്തിലുമൊക്കെ വളരെ പഴക്കം ചെന്ന ഒരാൾ അദ്ദേഹത്തോട് സംവദിക്കുമ്പോൾ, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അദ്ദേഹത്തോട് ഇടപഴകുമ്പോൾ പത്രക്കാർ അവർക്ക് പ്രത്യേക കൊമ്പൊന്നുമില്ല, അവർ ഞങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട് എന്നൊക്കെ പറയുന്നതിൽ ഒരു അവകാശവും പത്രക്കാർക്ക്. സാധാരണക്കാരാണ് അവരൊക്കെ. അപ്പോൾ അവർക്കില്ലാത്ത അധികാരമുണ്ടെന്ന് നടിച്ച് ഇത്തരം ആളുകളോട് മര്യാദഘട്ട രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വായിൽ കയറി സംസാരിക്കുന്ന രീതി ഒരു മാധ്യമപ്രവർത്തകനും ചേർന്ന രീതിയല്ല. ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ചിലർക്കൊക്കെ ചില ലക്ഷ്യത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ അതുപോലുള്ള ആൾക്കാർ, ഞാനിത് വെള്ളാപ്പള്ളി നടേശൻ എന്നൊരു വ്യക്തിയെ മാത്രമല്ല, ചിലപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഇതേപോലെ വളരെ രോഷത്തോടു കൂടിയിട്ടുള്ള പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണമൊക്കെ ഈ ഒരു മര്യാദയില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു സ്വഭാവം ചില പത്രക്കാരുടെ ഇടയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സമയത്തുള്ള ചില പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അടിസ്ഥാന പ്രശ്നം എന്താ? വെള്ളാപ്പള്ളി ഉന്നയിച്ച പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ വെള്ളാപ്പള്ളിയോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം തട്ടിക്കയറി, അദ്ദേഹം ഇങ്ങനെ പെരുമാറി എന്നുള്ളതൊക്കെ ആ വിഷയത്തിൻ്റെ ഉപരിതലത്തിലെ പ്രശ്നങ്ങളാണ്. ഒരു പ്രായമായ മനുഷ്യനോട് മര്യാദഘട്ട രീതിയിൽ പെരുമാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു രോഷപ്രകടനമായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അദ്ദേഹത്തോട് ഈ പ്രായത്തിലും തർക്കിക്കുന്ന ഒരു പ്രവണത മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുക, ഇതൊക്കെ ഒരു ശരിയായ മാധ്യമപ്രവർത്തനമാണ് എന്ന് ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് കാലമായി ഈ മാധ്യമപ്രവർത്തനം കണ്ടുവരുന്നു. നമ്മൾ ഒരുപാട് കാലമായിട്ട് മാധ്യമപ്രവർത്തകരെയും കാണുന്നുണ്ട്. ഇവരൊന്നും അല്ല ആദ്യത്തെ മാധ്യമപ്രവർത്തകരൊന്നുമല്ല ഇവർ. അപ്പോൾ ഇത്തരം ആളുകളുടെ പെരുമാറ്റ രീതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആക്ഷേപങ്ങൾ എല്ലാ വിഭാഗത്തിനുമുണ്ട്, എല്ലാ ആളുകൾക്കും ഉണ്ട്. ഞാനതവിടെ നിർത്തുകയാണ്. എൻ്റെ ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി ഉന്നയിച്ച കാലികമായ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? മലപ്പുറം, അതായത് മലബാർ മേഖലയിൽ SNDP വിഭാഗത്തിന് അല്ലെങ്കിൽ ഈഴവ സമുദായം, പിന്നോക്ക സമുദായം അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം കുറെ കാലമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായും വില്ലൻ റോളിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. മുസ്ലിം ലീഗ് ആണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മുസ്ലിം ലീഗിനെ പറയുമ്പോൾ അത് മുസ്ലിങ്ങളെയാണ് പറയുന്നത് എന്നൊരു നരേറ്റീവ് ആസൂത്രിതമായിട്ട് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ ആക്ഷേപം ലീഗിന് നേരെയാണ്. മുസ്ലിം ലീഗാണ് അതിൻ്റെ പ്രധാന കുറ്റവാളിയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിനും ഒരു പശ്ചാത്തലമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അത് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഈ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ചർച്ചയിൽ വരിക. പൊതുവെ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? അതായത് വർഷങ്ങൾക്ക് മുൻപ്, ഒരു 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം ലീഗും കേരളത്തിലെ സകലമാന PDP അടക്കമുള്ള മുസ്ലിം സംഘടനകൾ ചേർന്നുകൊണ്ട് ഒരു സംവരണ സമുദായ മുന്നണി ഉണ്ടാക്കിയിരുന്നു. സംവരണ സംരക്ഷണ സമുദായ മുന്നണി. ആ മുന്നണിയുടെ നേതൃത്വത്തിൽ സംവരണം സംരക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്
സംവരണ തോത് വർദ്ധിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒക്കെ വലിയ തോതിലുള്ള സമരപരിപാടികൾ നടത്തുകയുണ്ടായി. സംവരണ ആനുകൂല്യങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ട് കിട്ടണം എന്നൊക്കെയുള്ള അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിലടക്കം ഈ സമുദായ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. ആ സമയത്ത് ഇടതുപക്ഷമാണ് കേരളം ഭരിച്ചിരുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കീഴിൽ ഈ സംവരണ സമുദായങ്ങൾക്ക് ആനുകൂല്യങ്ങൾ, അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമുദായ മുന്നണികളൊക്കെ പ്രവർത്തിച്ചത്. കൈകോർത്ത് പിടിച്ചു നിന്നുകൊണ്ട് SNDP യോഗവും ഈ പറയുന്ന മുസ്ലിം സംഘടനകളും കൈകോർത്ത് പിടിച്ചു നിന്നുകൊണ്ട് അബ്ദുൽ നാസർ മദനി അടക്കമുള്ള ആളുകളുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് അന്ന് പ്രവർത്തിച്ചത്. അന്ന് അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും എന്ന് ലീഗ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന്. പക്ഷേ അതിനുശേഷം മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നു. മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള അവസ്ഥ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന പിന്നോക്ക സമുദായങ്ങൾ ചവിട്ടി അകറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഹിന്ദു പിന്നോക്ക സമുദായങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും ലീഗ് അടക്കമുള്ള ആളുകൾ അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തില്ല. പല വിദ്യാഭ്യാസ മന്ത്രിമാരും പല ലീഗ് മന്ത്രിമാരും കേരളം ഭരിച്ചു, UDF ഭരിച്ചു. പക്ഷേ അപ്പോഴൊക്കെ തങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം പാലിക്കുന്നതിൽ ഈ മുസ്ലിം സംഘടനകൾ കാണിച്ച വഞ്ചന, ആ വഞ്ചന തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ മുന്നണി തന്നെ പിരിച്ചുവിടപ്പെട്ടത്, അല്ലെങ്കിൽ ആ മുന്നണിയിൽ നിന്ന് SNDP ഇറങ്ങിപ്പോയത്. കാരണം തങ്ങളോട് പറഞ്ഞതൊന്നും അവർ നടപ്പാക്കിയില്ല. മലബാറിലടക്കം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊടുക്കാം എന്ന വാഗ്ദാനം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൊടുക്കാമെന്ന വാഗ്ദാനം SNDPക്ക് നൽകിയിരുന്നു. ആ വാഗ്ദാനം പാലിക്കാൻ ലീഗ് തയ്യാറായില്ല. അപ്പം അതുകൊണ്ട് ലീഗ് തങ്ങളെ വഞ്ചിച്ചു. തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ അനുവദിച്ച് കിട്ടുന്നതിൽ മലബാറിൽ, മലപ്പുറത്ത്, വയനാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ ലീഗ് തടസ്സമായി നിന്നു എന്ന ഗുരുതരമായ ആരോപണം, ആ ആരോപണമല്ലേ അഡ്രസ്സ് ചെയ്യേണ്ടത്? അവിടെ കൊടുത്തത് ഏതാണ്? കൊടുത്തത് അൺഎയ്ഡഡ് കോളേജാണ്. എയ്ഡഡ് കോളേജുകൾ മുഴുവൻ ലീഗിന്റെ, അതായത് മുസ്ലിം സമുദായത്തിന് അനുവദിച്ചു. ഈഴവ സമുദായത്തിന് കൊടുത്തത് അൺഎയ്ഡഡ് കോളേജാണ്. അൺഎയ്ഡഡ് കോളേജ് അല്ലാതെ ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനവും SNDPക്ക് നൽകിയില്ല എന്ന ആരോപണം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിനല്ലേ യഥാർത്ഥത്തിൽ കൃത്യമായ മറുപടി കൊടുക്കേണ്ടത്? മറിച്ച് വെള്ളാപ്പള്ളി നടേശൻ തീവ്രവാദി എന്ന് വിളിച്ചു, വെള്ളാപ്പള്ളി നടേശൻ മൈക്ക് തട്ടിമാറ്റി. ഇതൊക്കെ ചെയ്യാത്ത ഏത് രാഷ്ട്രീയ നേതാക്കന്മാരെ ഇപ്പോൾ ഉള്ളത്? കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ? അല്ലെങ്കിൽ വി ഡി സതീശൻ എത്ര കയർത്ത് പത്രക്കാരോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നേതാക്കന്മാരോട് ഈ പറയുന്ന മര്യാദഘട്ട രീതിയിൽ പെരുമാറുമ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രതികരണങ്ങളും ഉണ്ടാകാറുണ്ട്. അതിനൊക്കെ ആ തരത്തിൽ കാണേണ്ടതുള്ളൂ, ആ തരത്തിലേ കാണേണ്ടതുള്ളൂ. പക്ഷെ അടിസ്ഥാനപരമായ പ്രശ്നം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച ഈ വിഷയമാണ്. ഈ വിഷയത്തിന് മറുപടി ഉണ്ടോ എന്നുള്ളതാണ് ലീഗ് അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ടത്, UDF മറുപടി പറയേണ്ടത്, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയേണ്ടത്. അതെ, ഇന്ന് ഒരല്പം ക്ഷുഭിതനായിട്ടാണെങ്കിൽ പോലും വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നതും അതുതന്നെയായിരുന്നു, തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ എന്നുള്ളത്.